വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു മധുരപ്പച്ചടി ഉണ്ടാക്കാവേ. ഏത്തപ്പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു ഏത്തപ്പഴം, ഒരു മീഡിയം സൈസ് ഏത്തപ്പഴേ ഉള്ളൂ കേട്ടോ. ആ ഏത്തപ്പഴം ഇതുപോലൊന്ന് അരിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു പീസ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ തേങ്ങ എടുക്കുക, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്. ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണേ. നല്ല പോലെ അരയണം ഇത്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രേപ്സ്. ഇത് കറുത്ത കളറ് ഗ്രേപ്സ് ആണ്. അപ്പൊ ഈ പച്ചടിയുടെ ആ ഒരു യെല്ലോ കളറിനകത്ത് ഇത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇടയ്ക്ക് ഇതൊന്ന് കടിക്കുമ്പോൾ അതിന്റെ വേറൊരു ടേസ്റ്റും ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമ്മുടെ ഏത്തപ്പഴം ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ ഇതിനകത്ത് കുറച്ച് ശർക്കര ഇട്ടേക്കുന്നത്. പഞ്ചസാര ഇടാനാണ് ഇഷ്ടമുള്ളവർ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി. എന്നിട്ട് ഇതാ പഴം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. കണ്ടോ, വെള്ളം എല്ലാം വറ്റി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. വീട്ടിലെ മെമ്പേഴ്സ് എന്തേലും ഉണ്ട്, അല്ലെ നമുക്കിപ്പോൾ ഓണത്തിന് സദ്യയൊക്കെ കഴിക്കാൻ എത്ര പേരുണ്ട്, അതിനെ ആശ്രയിച്ച് നമ്മൾ ഇതിൻ്റെ ചേരുവകളും കൂടെ മാറ്റി കൊടുക്കണേ. ഇതിപ്പോൾ ഞാൻ ഓരോ ഏത്തപ്പഴത്തിനായിട്ട് ചെയ്തതാണ് ഇത്രയും സാധനങ്ങൾ കേട്ടോ. ആ മിക്സിയുടെ ജാറിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണേ. ഈ അരപ്പിന്റെ ആ ഒരു റോട്ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണേ. ആ പഴം എല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് പ്രസ് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഒരു 2 മിനിറ്റ്. ഈ സമയം ഉപ്പൊക്കെ നോക്കിക്കോണേ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന പച്ചടിയാണ്. എൻ്റെ ചാനലിനകത്ത് ഞാൻ പൈനാപ്പിൾ പച്ചടി ഇട്ടിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടി മത്തങ്ങയും കൂടെ ചേർന്ന് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അതൊക്കെ ട്രൈ ചെയ്യും. അപ്പോൾ പിന്നെ ഡിഫറൻറ്റ് ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുവേ. നമ്മുടെ അരപ്പ് ഇവിടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു റോട്ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടി. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് തൈര് ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ടില്ലേ, അത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ തൈര് ഒഴിക്കാവുള്ളൂ കേട്ടോ. ഇതൊന്ന് തണുക്കണം, കാരണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതങ്ങ് പിരിഞ്ഞു പോവേ. ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് ഈ തൈര് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തൈര് പിരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഈ തൈര് ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പൊക്കെ നോക്കിക്കോണം. ഈ പുളിക്കനുസരിച്ചുള്ള ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരത്തുള്ളേ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ആ ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാവേ. പിന്നെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഏത്തപ്പഴ പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പച്ചടിയിലേക്ക് കടുക് പൊട്ടിച്ചിടാവേ. നമ്മളൊരു ചെറിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില നമുക്ക് ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓണത്തിനും എല്ലാ സദ്യകൾക്കും വിളമ്പാവുന്ന നല്ലൊരു മധുരപ്പച്ചടിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. പഴം കൊണ്ടുള്ള പച്ചടി, അതിന് മധുരപ്പച്ചടി എന്ന് വേണേലും പറയാം. എൻ്റെ ചാനലിനകത്ത് വേറെ പച്ചടികൾ കിടപ്പുണ്ട് കേട്ടോ. പൈനാപ്പിൾ പച്ചടി, പൈനാപ്പിളും മത്തങ്ങയും കൊണ്ടുള്ളത്, പിന്നെ വെള്ളരിക്ക പച്ചടി, അങ്ങനെ പല ടൈപ്പ് പച്ചടിയുണ്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ മധുരമുള്ള ടൈപ്പാണ് പൈനാപ്പിൾ പച്ചടി. ഇതെല്ലാം മധുരമുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.